ദേശീയപാത 66-ന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോഴിക്കോട് വടകര മുക്കോളിയിൽ ഉയർന്ന പ്രതിസന്ധികളിൽ ഇടപെടലുമായി ജില്ലാ ഭരണകൂടം. മുക്കോളിയിലുണ്ടായ ശക്തമായ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ കളക്ടറും NHAI അധികൃതരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ അടിയന്തര തീരുമാനങ്ങൾ കൈക്കൊണ്ടു. അതേസമയം ചോമ്പാല ഹാർബർ അടിപ്പാത ആവശ്യപ്പെട്ടുള്ള ജനകീയ സമരത്തിൽ കേന്ദ്ര അനുമതി അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി. ദേശീയപാത വികസനം നടക്കുന്ന വടകര മുക്കാളിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മണ്ണിടിച്ചിൽ പ്രദേശവാസികളെ വലിയ ആശങ്കയിലാക്കിയ പശ്ചാത്തലത്തിലാണ് അടിയന്തര യോഗം ചേർന്നത്. സ്ഥലം MLA, കോഴിക്കോട് ജില്ലാ കളക്ടർ, ദേശീയപാത അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ഒക്ടോബർ 15-നകം പ്രദേശത്തെ സുരക്ഷാ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായി പൂർത്തിയാക്കാൻ തീരുമാനമായി. മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾക്കുള്ള വാടക തുക അടിയന്തരമായി വിതരണം ചെയ്യാൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. നിർമ്മാണ ആവശ്യത്തിനായി കൂടുതൽ വീടുകളോ സ്ഥലമോ ഏറ്റെടുക്കേണ്ടി വന്നാൽ അത് പരിശോധിക്കാൻ NHAI അധികൃതരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പണി പൂർത്തിയായ ഭാഗങ്ങളിൽ മണ്ണ് നിറക്കാത്തതിനാൽ വീട്ടുകാർക്ക് വഴിയില്ലാത്ത സാഹചര്യം അടിയന്തരമായി പരിഹരിക്കാൻ യോഗത്തിൽ ധാരണയായി. അതേസമയം ചോമ്പാല ഹാർബറിലേക്ക് അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നടത്തുന്ന സമരത്തിൽ ജില്ലാ ഭരണകൂടത്തിന് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും ദേശീയപാത അതോറിറ്റിയുടെ ഉന്നതതല അനുമതിയും സാങ്കേതിക പരിശോധനയും അനിവാര്യമാണെന്നും കലക്ടർ പറഞ്ഞു. ഓരോ ചേഞ്ച് വരുമ്പോഴും അതില് വലിയ എമൗണ്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. അതിനപ്പുറം ഇത് എത്രത്തോളം ഇപ്പൊ ഡിലേ ആയിട്ടുണ്ടോ അത്രത്തോളം ഡിലേ ഇനിയും കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാം കൂടി ആലോചിച്ചിട്ട് അതിന്റെ ടെക്നിക്കൽ ഫീസിബിലിറ്റി വെച്ചിട്ട് എന്താണോ നടപ്പിലാക്കാൻ പറ്റുന്നത് അത് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുന്നുണ്ടാവും. സാങ്കേതിക തടസ്സങ്ങളും ചെലവ് വർധനവും ചൂണ്ടിക്കാണിക്കുമ്പോഴും ചോമ്പാല ഹാർബറിലേക്കുള്ള യാത്രാ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ഉറച്ച നിലപാടിലാണ് പ്രദേശവാസികൾ. കൈരളി ന്യൂസ്, കോഴിക്കോട്.